2015 റിലീസായ വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഗ്വാനിനെ കാണിച്ചുകൊണ്ടാണ്. ഗ്വാൻ ആ ഒരു ഗ്രാമത്തിൽ ഇപ്പോ അങ്കിളുടെ കൂടെ തോട്ടത്തിലെ ജോലിക്ക് വേണ്ടി ഒരു തോട്ടത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും അവിടെയുള്ള ആ ഓണറിനെ കണ്ട് സംസാരിക്കുന്നു. മകളെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി കല്യാണം ഉറപ്പിച്ചോന്നൊക്കെ ആ ലേഡിയോട് അങ്കിള് ചോദിക്കുമ്പോ, ഓ ഇല്ലെന്നേ, ആ പയ്യൻ അത്ര ഹെൽത്തി ആയിട്ടൊന്നും തോന്നുന്നില്ല, അവൻ രക്തദാനം ഒന്നും ചെയ്യാറില്ല, പിന്നെ ഞാൻ അവന് കഴിക്കാനായിട്ട് കുറെ ഫുഡ് കൊടുത്തപ്പോ വളരെ പാടുപെട്ട് അവൻ കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ, അവൻ ഹെൽത്തി ആയിട്ടൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് ആ ഒരു ആലോചന വേണ്ടാന്ന് വെച്ചു എന്ന് അവർ പറയുന്നത് കേട്ട് ഗ്വാൻ പിന്നീട് അങ്കിളിനോട്, ഈ രക്തം കൊടുത്താലേ ഹെൽത്തി ആവൂ എന്നൊക്കെ ഉണ്ടോ, രക്തം കൊടുക്കരുതെന്നല്ലേ മുത്തശ്ശൻ പണ്ട് പറയാറുണ്ടായിരുന്നത്, പിന്നെന്തിപ്പോ ഇങ്ങനൊക്കെ ഇവരൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കാലമൊക്കെ മാറിപ്പോയി, ഇപ്പൊ ഇങ്ങനെ കല്യാണാലോചന ഒക്കെ വരുമ്പോ രക്തം കൊടുത്ത പയ്യനാണ് ഹെൽത്തി എന്നവർ കണക്കാക്കുന്നത്, രക്തം കൊടുക്കാത്തവൻ എന്തോ അസുഖം ഉണ്ടെന്ന രീതിക്കാണ് അവർ അതിനെ കാണുന്നതെന്നൊക്കെ അങ്കിള് പറയുമ്പോഴാണ് ഗ്വാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഗ്വാൻ അവന്റെ ജോലി സ്ഥലത്ത് നിൽക്കുന്നതാണ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഗ്വാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ച് ഈ വർക്കേഴ്സിനൊക്കെ ഫുഡ് കൊടുക്കാനായി ചിലർ എത്താറുണ്ട്. പക്ഷെ ഈ വരുന്ന പെൺകുട്ടിയൊന്നും കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞ് അവന്മാരൊന്നും അവളുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങാറേയില്ല. അവർ കാത്തിരിക്കുന്നത് മറ്റൊരു പെൺകുട്ടി വരാനാണ്. അവളുടെ പേര് റാൻ എന്നാണ്. അവളാണ് നമ്മുടെ കഥാനായിക. റാൻ എത്തിയപാടെ എല്ലാരും അവൾ വിൽക്കുന്ന പോപ്കോൺ വാങ്ങാനായി തടിച്ചു കൂടുന്നുണ്ട്. ഈ പോപ്കോൺ കഴിക്കാനായിട്ട് രാവിലെ ഫുഡ് പോലും കഴിക്കാതെ പണിക്ക് വന്നതെന്ന് പോലും അവർ കമന്റ് അടിക്കുന്നു. എന്തെങ്കിലും ഗ്വാനും അവരെ പോലെ പോപ്കോൺ വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് പോക്കറ്റിൽ നോക്കുമ്പോൾ കാശ് കാണുന്നില്ല. അവൻ ആ ഒരു മടിയിൽ നിൽക്കുന്നത് റാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഗ്വാന്റെ അടുത്തേക്ക് ചെന്ന് കുറച്ച് പോപ്കോൺ അവന് കൊടുത്തിട്ട്, കഴിച്ചു നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ടൈം അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു നിന്നവരൊക്കെ അവൾ നേരിട്ട് അവന് പോപ്കോൺ കൊടുത്തതിന് നീ എന്ത് ലക്കിയാന്നൊക്കെ പറഞ്ഞ് അവനെ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗ്വാനും റാനിനെ ഇവരെ പോലെ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷെ അവൻ അറിയുന്ന ഒരു കാര്യം, ആ നാട്ടിലെ വലിയ പണക്കാരനായ റാക്കുമായി ഗ്വാൻ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. റാക്കിന് അവള് വലിയ ഇഷ്ടമാണ്, അവന് നല്ല കാശുള്ളത് കൊണ്ട് അവക്കും ആ റിലേഷന് താല്പര്യമുണ്ട് എന്നൊക്കെയാണ്. റാനിന്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ അവളെ എങ്ങനെയും കല്യാണം കഴിക്കണം എന്ന ഒരു താല്പര്യം ഗ്വാനിന് തോന്നി തുടങ്ങുന്നു. അവൻ വേഗം അങ്കിളുടെ അടുത്ത് ചെന്ന് അവളുടെ കാര്യം പറയാതെ, അങ്കിൾ എനിക്ക് ഇത്രയും വയസ്സായില്ലേ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് പറയുമ്പോൾ, കല്യാണം കഴിക്കണമെങ്കിൽ അതിനു മുന്നേ നീ രക്തദാനം ചെയ്യണം, അറിയാലോ, അതിപ്പോ മസ്റ്റാ, പിന്നെ അത് ചെയ്യുമ്പോ രണ്ടുണ്ട് ഗുണങ്ങൾ, കല്യാണത്തിന് നീ യോഗ്യനാണെന്നും ആവും, രക്തദാനം ചെയ്യുന്നതിന് കുറച്ച് ക്യാഷും കിട്ടും, വാ എന്റെ ഒരു സുഹൃത്തും ഞാനും ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നതല്ലേ, കൂടെ വാന്നും പറഞ്ഞ ഗ്വാനിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. പോകും വഴി ധാരാളം വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം കുടിച്ചാൽ അത്രയും രക്തം വരുമെന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും കുറെ വെള്ളം കുടിച്ച് അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് രക്തം കൊടുക്കാനായി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇവിടെ സ്ഥിരമായി വരുന്നവരായതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് നല്ല പരിചയമാണ്. ഡോക്ടർക്ക് വേണ്ടി ഇവർ ഗ്രാമത്തിൽ നിന്ന് തണ്ണിമത്തിനും മറ്റും സമ്മാനമായി നൽകുന്നുണ്ട്. അങ്ങനെ അന്ന് അവർ മൂന്നുപേരും കൂടി അവിടെ രക്തദാനം ചെയ്യുന്നു. അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ ഇനി നന്നായിട്ട് ഫുഡ് കഴിക്കണം, ലിവറൊക്കെ കഴിച്ചാൽ വീണ്ടും പോയ രക്തം തിരിച്ചു വരും, അതുകൊണ്ട് വേഗം ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഫുഡ് കഴിക്കാനായി ഓടുന്നു. അതിന്റെ ഇടയിൽ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ടോയ്ലറ്റിൽ പോകാനായി മുട്ടയിട്ട് ഗ്വാനിന് തീരെ വയ്യായിരുന്നു. പക്ഷെ രക്തം കൊടുക്കുന്നത് വരെ അത് പറ്റില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഒരുവിധമാണ് പിടിച്ചു നിന്നത്. അങ്കിളൊക്കെ അവനെ പറഞ്ഞു പീഡിപ്പിച്ചു, ടോയ്ലറ്റിൽ പോയാ പിന്നെ രക്തം കൊടുക്കാനായിട്ട് അത്രയും കൂടി രക്തം ഇല്ലാണ്ടാവും, അതുകൊണ്ട് രക്തം കൊടുക്കുന്നത് വരെ എങ്ങനെയും പിടിച്ചു നിൽക്കണമെന്ന്. അങ്ങനെ ഇപ്പൊ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തിയ ശേഷം ഗ്വാനിന് കയ്യിൽ ഇപ്പൊ കുറച്ച് കാശ് രക്തദാനം നടത്തി കിട്ടിയിട്ടുണ്ടല്ലോ. അവന് വേഗം തന്നെ റാനിനെ കാണാനായി തോന്നുന്നുണ്ട്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്ന്, എനിക്ക് ഫ്രീ ആയിട്ട് പോപ്കോൺ തന്നില്ലേ, അതിന്റെ കാശ് കൊടുക്കാന്ന് വിചാരിക്കുമ്പോൾ അവളത് സമ്മതിക്കില്ല. കാരണം അവളായിട്ട് അവനെ ഫ്രീ ആയി നൽകിയതാണല്ലോ. പക്ഷെ പകരം എന്തെങ്കിലും ചെയ്യണമെന്ന് അവന് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൾ, നാളെ ഈവനിങ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് അവനോട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ പുറത്തു പോയ ശേഷം ഒരുപാട് സാധനങ്ങൾ റാനിന് കഴിക്കാനായി ഗ്വാൻ വാങ്ങിച്ചു കൊടുക്കുന്നു. അവളതൊക്കെ ഇങ്ങനെ കഴിച്ച് ഏതാണ്ട് ഇവരുടെ ഒരു കറങ്ങി നടപ്പ് സമയം തീരാറാവുമ്പോഴേക്കും അവൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അതിന് എത്ര രൂപയായി എന്നുള്ള കണക്ക് പറഞ്ഞ ശേഷം, എന്നെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ട് അവൾ ഞെട്ടുന്നുണ്ട്. കല്യാണം കഴിക്കാനോ, ഇതൊക്കെ വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, ഞാൻ വേണമെങ്കിൽ ഇതിന്റെ കാശങ്ങ് തിരിച്ചു തന്നേക്കാന്ന് അവൾ പറയുമ്പോൾ, ഞാൻ ആ ഒരു രീതിക്കല്ല പറഞ്ഞത്, ഇത്രയും സാധനങ്ങൾ എന്ന് ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നു, ഇതുപോലെ എന്നും നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനേ എനിക്ക് പറ്റും, ഞാൻ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതാ, പക്ഷെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, നിന്റെ അഭിപ്രായം സമ്മതമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ എനിക്ക് ചുമ്മാ ഒരു കടപ്പാടിന്റെ പുറത്ത് ഇത് വാങ്ങിച്ചു തരാന്നാ ഞാൻ വിചാരിച്ചത്, ഫ്രീ ആണെന്ന് വിചാരിച്ചത് മാത്രം ഞാൻ ഇത്രയും കഴിച്ചത്, അല്ലാതെ മറ്റൊന്നും പറ്റില്ല, പിന്നെ എന്റെയും റാക്കിന്റെയും കല്യാണം നടക്കാൻ പോവാന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവരും സംസാരിക്കാറുണ്ടല്ലോ, അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമില്ല, പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് റാൻ അവിടെ ദേഷ്യപ്പെടുന്നുണ്ട്. റാനിനെ തന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായി ഗ്വാനിന് സാധിക്കുന്നില്ല. പക്ഷെ അവളെ അങ്ങനെ വിട്ടുകളയാനും മനസ്സ് വരാതെ അവൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അച്ഛനോട് സംസാരിച്ച് റാനിനെ തനിക്ക് കല്യാണം കഴിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാ, അവക്ക് ആ റാക്കിനെ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്ന് അച്ഛൻ പറയുമ്പോഴേക്കും, പക്ഷെ റാക്കിന്റെ ജാതി വേറെയാണ്, ഗ്വാനും റാനും ഒരേ ജാതിയിൽ പെട്ടവരാണ്, പക്ഷെ റാക്ക് കാശുകാരനാണെങ്കിലും വേറെ ജാതിക്കാരനാണ് എന്ന ഒരു കാര്യം അവിടെ കുത്തി പറയുന്നുണ്ട് ഗ്വാൻ. റാനിന്റെ അച്ഛന് ഈ ജാതിയൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്, കാശിനേക്കാളും ആള് സ്വന്തം ജാതിയിൽപ്പെട്ട ഒരാളെ മകൾക്ക് കല്യാണം കഴിപ്പിക്കാനേ താല്പര്യപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ ആ രീതിയിൽ
രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കറക്റ്റായി അച്ഛന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. തുടർന്ന് അച്ഛൻ ആ ഒരു കാര്യം റാനിനോട് പറയുമ്പോൾ റാൻ എനിക്ക് റാക്കിനെ തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ അവിടെ സംസാരിക്കുന്ന ടീം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടിയെ നമ്മുടെ ജാതിയിൽ വളർത്താനായി അവൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുക. അങ്ങനെ സമ്മതിക്കുമെങ്കിൽ നീ പറയുന്ന കണക്ക് അവനെ കൊണ്ട് തന്നെ കെട്ടിക്കാമെന്ന് അച്ഛൻ പറയുമ്പോൾ ആ കാര്യത്തെ പറ്റി റാക്കിനോട് സംസാരിക്കാനായി റാൻ പോകുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ വലിയ കാര്യം, അതിന്റെ കൂട്ടത്തിൽ നിന്റെ ജാതിയിൽ വളർത്തണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നെല്ലാം അവൻ ഒരുമാതിരി പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവന് കാശുണ്ട് എന്നിട്ട് ഇവിടെ കല്യാണം കഴിക്കുന്നല്ലോ എന്ന ഒരു രീതിയിൽ വളരെ ഹുങ്കിലാണ് അവൻ സംസാരിക്കുന്നത്. അവളെ വളരെയേറെ ഹേർട്ട് ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ അവനെ ബ്രേക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗ്വാനും റാനും തമ്മിൽ റിലേഷനിലാവുന്നതും അവർ കല്യാണം കഴിക്കുന്നതുമാണ്. അങ്ങനെ അവർക്ക് 3 കുട്ടികൾ ഉണ്ടാവുന്നു. 3 ആൺകുട്ടികളാണ്. മൂത്ത പയ്യന്റെ പേര് ഇല്ലെന്നും രണ്ടാമത്തെ ആളുടെ പേര് ഇ എന്നും മൂന്നാമത്തെ ആളുടെ പേര് സാം എന്നുമാണ്. അങ്ങനെ ഇല്ലിന് 11 വയസ്സുള്ള സമയം നമ്മൾ കാണുമ്പോഴേക്കും അവന് അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലും വലിയ താല്പര്യം അച്ഛന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ്. അവൻ അച്ഛനെന്ന് വെച്ച ജീവനാണ്. തിരിച്ച് ഗ്വാനിനും അങ്ങനെ തന്നെയാണ്. ആ ഗ്രാമത്തിലാണെങ്കിൽ ഇല്ലിനെ പറ്റി ഒരു പ്രത്യേക സംസാരമുണ്ട്. ഇല്ലിന് അവന്റെ സഹോദരങ്ങളെ പോലെയുള്ള ഷേപ്പ് അല്ല, അതായത് സഹോദരന്മാര് രണ്ടുപേരും ഗ്വാനിനൊക്കെ കണക്കായിരിക്കുന്നെങ്കിലും ഇല്ലിന് എവിടേക്കോ റാക്കിന്റെ ഒരു ചായയില്ലേ, ഇവൻ ഇനി റാക്കിന്റെ മകനാണോ എന്നൊരു സംസാരം ഗ്രാമത്തിലുണ്ടായിരുന്നു. അത് ഇല്ലിന്റെ കാതിലും കേൾക്കുന്നുണ്ട്. അവൻ അതിനെപ്പറ്റി ഗ്വാനിനോട് ചോദിക്കുന്നു, ആരാ അച്ഛ ഈ റാക്ക്, എന്നെ കാണാൻ റാക്കിനെ പോലെ ഉണ്ടെന്ന് ഗ്രാമത്തിൽ സംസാരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരിതിപ്പോ നിന്നോട് പറഞ്ഞത്? ആ ഒരു സംസാരം ഒട്ടും ഇഷ്ടപ്പെടാതെ ഗ്വാൻ ചോദിക്കുമ്പോൾ ഒരാളല്ല, എന്നെ കാണുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അവൻ പറയുമ്പോഴേക്കും അതിനുള്ള ഉത്തരം ഗ്വാൻ നൽകുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ അത്യാവശ്യം നല്ല ഒരു പണക്കാരനാണ് ഈ റാക്ക് എന്ന് പറഞ്ഞവൻ. അതാണ് അവന്റെ വീട്. അവന് പണ്ട് കുട്ടിക്കാലത്തെ നിന്റെ അമ്മയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അവനെന്ന് മാത്രമല്ല ഇവിടെയുള്ള പല പയ്യന്മാർക്കും നിന്റെ അമ്മയെ കല്യാണം കഴിക്കണമെന്ന് വലിയ താല്പര്യമായിരുന്നെങ്കിലും അവൾക്ക് ഇഷ്ടം എന്നോടായിരുന്നു. അവളെന്റെ പിറകെ നടന്ന് അവളെ കല്യാണം കഴിക്കണമെന്ന് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തിട്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അതിന്റെ അസൂയ ഇവന്മാർക്കുണ്ട്, അതുകൊണ്ട് ചുമ്മാ പറയുന്നതാണെന്നല്ല ഗ്വാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ മഴ ചാറുന്നത് കൊണ്ട് തന്നെ അവർ ഒരു ഷോപ്പിന്റെ അവിടെ കയറി നിൽക്കുന്നു. അപ്പോഴാണ് ആ ഗ്രാമത്തില് വളരെ അടുത്തായി വന്ന ഒരു പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇല്ലിനെ കണ്ടപാടെ മോനെ ഇത് അച്ഛന് കൊടുത്തേ കേട്ടോ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ അവനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. അച്ഛന് കൊടുക്കാനുള്ള ലെറ്റർ ആയതുകൊണ്ട് തന്നെ അവനത് ഗ്വാനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും ഗ്വാൻ ആ ലെറ്റർ പൊട്ടിച്ച് നോക്കുമ്പോൾ അത് തനിക്കുള്ള ലെറ്റർ അല്ല, മറിച്ച് റാക്കിനുള്ള ലെറ്റർ ആണെന്ന് മനസ്സിലാവുന്നു. ഗ്രാമത്തിലുള്ളവര് പഴങ്കഥ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നതെങ്കിലും പറയാം. പക്ഷെ ഇപ്പൊ വന്ന ഈ പോസ്റ്റ്മാൻ ഇത് എന്തിന്റെ കേടാണെന്ന് ദേഷ്യം വരുന്ന ഗ്വാന് അത് പിന്നീട് ഒരു സംശയമായി മാറുന്നുണ്ട്. ഇനി ഇവരൊക്കെ പറയുന്നതിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്ന്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഉറപ്പിക്കാനായി ഇല്ലിന്റെ രക്തം പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാനാണ് പോകുന്നത്. അങ്ങനെ റിസൾട്ട് ഏതാണ്ട് 1.5 ആഴ്ച കഴിഞ്ഞ പോസ്റ്റിലായിരിക്കും വരിക. ഈ ഒരു കാര്യം അറിഞ്ഞ് റാക്കിന്റെ മകനാണ് ഇല്ലെന്ന് പറയുന്ന നാട്ടുകാരും ഇത് തന്റെ മകനാണെന്ന് തന്നെ വാദിച്ചുകൊണ്ട് ഗ്വാനും ആ ഒരു റിസൾട്ട് കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ പോസ്റ്റ്മാൻ ആ റിസൾട്ട് കൊണ്ടുവരുമ്പോഴേക്കും അത് വാങ്ങിക്കുന്ന ഗ്വാൻ അത് പൊട്ടിക്ക് മുന്നേ നാട്ടുകാരോട് എല്ലാവരോടുമായി ഒരു കാര്യം പറയുന്നു. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആണ്, എന്റെ വൈഫിന്റേത് ബിയും ആ റാക്ക് എന്ന് പറഞ്ഞവന്റേത് എയും ആണ്. ഇവന്റെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പൊ ഇതിൽ ഏത് ഗ്രൂപ്പുമായി മാച്ച് ആവുമെന്ന് നോക്കാലോ എന്ന് പറഞ്ഞ് ആ റിസൾട്ട് പൊട്ടിക്കുമ്പോൾ അതിൽ AB എന്നാണ് ഉള്ളത്. അതായത് റാക്കിന്റെയും റാനിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ചേർന്ന ഗ്രൂപ്പാണ് ഇല്ലിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് കാണുമ്പോൾ നാട്ടുകാര് ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയും ആർത്തി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗ്വാൻ ഷോക്ക് ആവുന്നു. ഓ റാക്കിന്റെ മകനാ ഇവൻ, നമ്മൾ സംശയിച്ച കണക്ക് തന്നെ കാര്യങ്ങള്. ഇവനപ്പോ ഇത്രയും നാള് വല്ലവന്റെ കൊച്ചിനെയാണ് വളർത്തിക്കൊണ്ട് നടന്നതെന്ന രീതിക്ക് ഭയങ്കര മോശമായൊക്കെ അവരവിടെ സംസാരിക്കുന്നുണ്ട്. ഗ്വാൻ ആകെ തകരുന്നു. കാരണം അവൻ ഇങ്ങനെ ഒരു റിസൾട്ട് ഒരിക്കലും ആഗ്രഹിച്ചതേ ആയിരുന്നില്ലല്ലോ. അങ്ങനെ ഗ്വാൻ നേരെ പോകുന്നത് റാനിന്റെ അടുത്തേക്കാണ്. ഭയങ്കര ദേഷ്യത്തില് റാനിനോട് ഇല്ലിന്റെ അച്ഛൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ തന്നെയല്ലേന്ന് വളരെ കൂളായി റാൻ മറുപടി പറയുന്നുണ്ടെങ്കിലും ഗ്വാൻ ഞാനല്ല, അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആ റാക്കിന്റെ ബ്ലഡ് ഗ്രൂപ്പ്, അവൻ എന്റെ കൊച്ചല്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഗ്വാൻ അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും റാൻ ആ ഒരു സത്യം നിഷേധിക്കുന്നില്ല. അവളും റാക്കും തമ്മിൽ റിലേഷനിൽ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് റാക്കിന്റെ നിർബന്ധം കാരണം ഒരു വട്ടം അവർ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും ഒരിക്കലും റാക്ക് ഇല്ലിന്റെ അച്ഛനല്ലാന്ന് റാൻ തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും ഗ്വാൻ അത് കേൾക്കുന്നില്ല. ഗ്വാന് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റാക്കിന്റെ വീടാണ്. അവിടെ ഇല്ല് വന്ന് നിൽക്കുമ്പോൾ അകത്തിരുന്ന് കളിക്കുന്ന റാക്കിന്റെ 2 മക്കളെ കാണാം. നിങ്ങളുടെ അച്ഛനെ വിളിക്കുമോന്ന് ഇല്ല അവരോട് ചോദിക്കുമ്പോൾ ഇതാരാണെന്ന് അവർ തിരിച്ചു ചോദിക്കുന്നവരെയും ഞാൻ നിങ്ങളുടെ ചേട്ടനാണെന്ന് ഇൽ പറയുന്നുണ്ട്. അങ്ങനെ അവൻ സംസാരിക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് റാക്ക് വരുമ്പോഴേക്കും റാക്കിന്റെ ഭാര്യയും അങ്ങോട്ട് വരുന്നു. ഇല്ല ആരാണെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മകനാണ്, ഞാൻ റാനിന്റെ മകനാണ് എന്നിങ്ങനെയല്ല. ഭാര്യയ്ക്ക് ഓൾറെഡി ഇവരെ പറ്റിയൊക്കെ നാട്ടിലെ സംസാരം നടക്കുന്നത് അറിയാവുന്നതുകൊണ്ട് അവർ അതിന്റെ പേരിൽ അവിടെ ബഹളം വെക്കുമ്പോഴേക്കും ഞാനേ നിങ്ങളെ 3 വട്ടം അച്ഛന്ന് വിളിക്കണമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു വിട്ടു, അതുകൊണ്ട് വിളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവൻ റാക്കിന്റെ മുഖത്ത് നോക്കി അച്ഛ 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 എന്ന് 3 വട്ടം വിളിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഓടിപ്പോന്നു. എന്തായാലും പിന്നീട് അടുത്ത ദിവസം നമ്മൾ കാണുമ്പോഴേക്കും ഈ ഒരു കാര്യം അറിഞ്ഞ ശേഷം ഒരൊറ്റ കിടപ്പായിരുന്നു ഗ്വാൻ. അവൻ കിടന്നെടുത്ത് നിന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല. റാനിനോടൊന്നും സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ കാണുന്ന ഇല്ലിന് ഭയങ്കര ഒരു സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുന്നുണ്ട്. താൻ കാരണമാണ് വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് എന്നൊരു രീതിക്ക്. അങ്ങനെ അപ്പോഴേക്കും ഇല്ലിന്റെ താഴെ 2 പയ്യന്മാരുണ്ടല്ലോ, ഈയും സാമും. അതിൽ ഇളയ പയ്യൻ സാമാണ്. സാം അവന്റെ സമപ്രായക്കാരനായ മറ്റൊരു പയ്യനുമായി വഴക്കുണ്ടാക്കുകയും അത് ചോദിക്കാനായി ചേട്ടനായ ഈയെ വിളിക്കാനായി പോവുകയും ചെയ്യുന്നു. ആദ്യം ഈ മടിക്കുന്നുണ്ടെങ്കിലും ചേട്ടനൊന്ന് വാ ചേട്ടനെ വിളിച്ചോണ്ടെന്ന് അവനൊരു പാഠം
പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞാണെന്നും പറഞ്ഞ് സാം വിളിക്കുമ്പോൾ അങ്ങനെ ഈ ചെല്ലുമ്പോഴേക്കും ആ പയ്യൻ അവന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈയേക്കാളും കുറച്ചുകൂടെ സൈസ് ഒക്കെ ഉള്ള ഒരു പയ്യനായതുകൊണ്ട് തന്നെ ഈ ഒന്ന് പേടിക്കുന്നു. അത് പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും അനിയന്മാര് ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് അവരോട് പരസ്പരം സോറി പറഞ്ഞ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നതല്ലേ ബുദ്ധി എന്ന് ഈ ചോദിക്കുമ്പോഴേക്കും മറ്റു ചേട്ടൻ അതിന് തയ്യാറായിരുന്നില്ല. ആള് ഈക്കും സാമിനും നല്ല അടി കൊടുക്കുന്നു. തുടർന്ന് രണ്ടുപേരും കൂടി പരാതി പറയാനായി ഇല്ലിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇല്ല് തന്റെ അനിയന്മാരെ തൊട്ടവനെ കണക്കിനെടുത്തിട്ട് പെരുമാറുന്നുണ്ട്. തുടർന്ന് അവന്റെ അച്ഛൻ നേരെ ഇവരുടെ വീട്ടിലേക്ക് വന്ന് നിന്റെ മകൻ എന്റെ മകനെ അടിച്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്നു, അതിനുള്ള നഷ്ടപരിഹാരം തരണമെന്നും പറഞ്ഞ് ഗ്വാനോട് സംസാരിക്കുമ്പോഴേക്കും അവൻ എന്റെ മകനല്ലാന്ന് ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം, പിന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നോട് എന്തിനാ വന്ന് കംപ്ലൈന്റ് പറയുന്നത് എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു അവിടെ ഗ്വാൻ കാണിക്കുന്നത്. തുടർന്ന് ആ ഒരു അച്ഛൻ നേരെ റാക്കിന്റെ അടുത്തേക്കാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടി പോകുന്നത്. അവൻ എന്റെ കൊച്ചൊന്നുമല്ല, എന്റെ കൊച്ചായിട്ട് ഞാൻ അവനെ കണ്ടിട്ടുമില്ല, പിന്നെ ഞാനെന്തിന് അവൻ തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞ് കാശ് തരണമെന്നും പറഞ്ഞ് റാക്ക് അയാളെ ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ അയാൾ വീണ്ടും ഗ്വാന്റെ അടുത്തെത്തി കാശ് ചോദിക്കുമ്പോൾ ഇവിടെ എന്റേതല്ലാത്ത എന്ത് സാധനവും നിനക്ക് വേണ്ട തുകയ്ക്ക് പകരം എടുത്തോണ്ട് പോക്കും, എന്നോട് കൂടുതൽ സംസാരിച്ചുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞ് ഗ്വാൻ കൈ മലർത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് അടുക്കളയിൽ റാൻ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഇതിന്റെ പേരിൽ ആകെ വഴക്കാവുന്നുണ്ട്. ഗ്വാനും റാനും തമ്മിൽ ഇല്ലിന്റെ ഈ ഒരു കാര്യം വന്ന ശേഷം ഭയങ്കരമായ അകൽച്ചയിൽ തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നി അടുത്ത ദിവസം തന്നെ റാൻ ഭയങ്കരമായി റെഡിയായി നേരെ പോകുന്നത് റാക്കിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ പോകുന്ന ടീം റാനിനെ കാണുന്ന അവളെ പണ്ട് വായി നോക്കി നടന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഭയങ്കരമായി ഇവൾ ഇപ്പോഴും എന്ത് സുന്ദരിയാണെന്ന് മറ്റുള്ള നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ റാക്കിന്റെ വീട്ടിലെത്തുന്ന റാൻ ഇല്ല നിങ്ങളുടെ മകനല്ലേ, നിങ്ങള് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയുമ്പോഴേക്കും അവൻ എന്റെ മകനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നു. റാക്കും ദേഷ്യപ്പെടുന്നു. ഇത് കേട്ടെത്തുന്ന റാക്കിന്റെ വൈഫും റാനിനെ അടിക്കുന്നു, ദേഷ്യപ്പെടുന്നു ഒക്കെ ഉണ്ട്. തുടർന്ന് ഈ ഒരു കാര്യം ആരോ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗ്വാനെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വല്ലവരുടെ അടിയിലൊന്നും ഇടപെടില്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ ഗ്വാൻ അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് റാൻ തിരിച്ചു വരുന്നുണ്ട്. അവൾ നല്ല അടിയൊക്കെ കിട്ടി വന്നിരിക്കുകയാണ്. അവളുടെ ചെരുപ്പൊക്കെ ഭയങ്കര അഴുക്കായിരിക്കുന്നു. ഓൾറെഡി ആ ഒരു സ്റ്റിച്ച് ഇടാനുള്ള കാശിന് വേണ്ടി ഇവിടുന്ന് അവളുടെ കുറെ സാധനങ്ങൾ അയാൾ എടുത്തുകൊണ്ട് പോയി എന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഗ്വാൻ അടുത്ത ദിവസം രക്തദാനത്തിന് വേണ്ടി പോകുന്നുണ്ട്. റാനിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നെയാണ് ലാസ്റ്റായി അന്ന് ആ ഒരു കാശില്ലേ പോപ്കോൺ മേടിച്ച ആ ഒരു കാശ് കൊടുക്കാൻ വേണ്ടി ആദ്യമായിട്ടായിരുന്നല്ലോ ഗ്വാൻ രക്തദാനം നടത്തുന്നത്. പിന്നെ 12 വർഷങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴാണ് വീണ്ടും പോകുന്നത്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അതേ ഡോക്ടർ തന്നെയുണ്ട്. ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്വാൻ സംസാരിക്കുമ്പോൾ പേര് പറയുമ്പോൾ ഡോക്ടർ നീയല്ലേ ആ ഒരു റാക്കിന്റെ പയ്യനെ നിന്റെ പയ്യനാന്ന് പറഞ്ഞ് വളർത്തിയിരുന്ന ആള്, ഗ്രാമത്തിൽ ഇപ്പൊ അതിലെ സംസാരം എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേ ഗ്വാന്റെ മൂഡ് പോകുന്നുണ്ട്. എന്തായാലും ഗ്വാനോടെ രക്തം കൊടുത്തു കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴേക്കും പണ്ട് ഫാക്ടറിയിൽ ജോലിക്ക് പോയിരുന്ന സമയത്ത് സൂപ്പ് വിൽക്കാനേ ഒരു പെണ്ണ് വരില്ലായിരുന്നോ, ആ പെണ്ണിനെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് സൂപ്പ് ആരും മേടിക്കാറുണ്ടായിരുന്നില്ല. ആ സുന്ദരിയായ റാന്റെ കയ്യിൽ നിന്നായിരുന്നു ആളുകൾ പോപ്കോൺ വാങ്ങിച്ചിരുന്നത്. ആ പെൺകുട്ടി ഇവിടെ വെച്ച് കാണുന്നു. തുടർന്ന് അവരോട് ഗ്വാൻ സംസാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റാനിനെ കണ്ടിരുന്നു, അവൾ ഇപ്പോഴും എന്ത് സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് ഇവര് സംസാരിക്കുമ്പോൾ ഗ്വാൻ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അവരകട്ടെ വീണ കാലില് നീരൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. തുടർന്ന് അവർക്കൊരു കമ്പനിക്ക് അവരെ വീട് വരെ കൊണ്ടാക്കുന്നുണ്ട് ഗ്വാൻ. അതിനുശേഷം അവരുടെ വീട്ടിൽ നിന്ന് ഗ്വാൻ ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും അവിടെ ഇല്ലിനെ കാണുന്നുണ്ട്. നീ എന്ത് ഇവിടെ ചോദിക്കുമ്പോഴേക്കും ഞാൻ അച്ഛനെ ഫോളോ ചെയ്ത് വരുമായിരുന്നു, അച്ഛൻ എന്നോട് ഇപ്പോ ആ ഒരു കാര്യം കൊണ്ട് ദേഷ്യം അല്ലെ, എന്നോട് എന്താ പണ്ടത്തെ കണക്ക് മിണ്ടാത്തേന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്നെ അച്ഛാന്നൊന്നും വിളിക്കണ്ട, അങ്കിൾ എന്ന് വിളിച്ചാൽ മതി, പിന്നെ നിന്റെ അമ്മയുള്ളപ്പോ അച്ഛാന്ന് തന്നെ വിളിച്ചു, ഇല്ലെങ്കിൽ പിന്നെ അവള് വയലന്റ് ആവുമെന്നും പറഞ്ഞ് ഗ്വാൻ സംസാരിക്കുമ്പോഴേക്കും എന്നെ അച്ഛനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്റെ മകനല്ലല്ലോ, നിന്റെ മകനായിരുന്നെങ്കിൽ എന്റെ 3 ആമ്പിള്ളാര് നീ ആയിരുന്നു എന്റെ ഫേവറേറ്റ് എന്നും ഗ്വാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയം രക്തം ദാനം ചെയ്ത് കിട്ടിയ ആ ഒരു കാശ് ആ സ്റ്റിച്ച് ഇടാനായി കൊണ്ടേ കൊടുത്ത് അയാൾ അതിനായി എടുത്തോണ്ട് പോയ സാധനങ്ങളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട് ഗ്വാൻ. ഇത് കണ്ട് റാനിന് വളരെ സന്തോഷമാവുന്നു. കൂടാതെ അവളുടെ അഴുക്കായ ഒരു ചെരുപ്പൊക്കെ പോളിഷൊക്കെ ചെയ്ത് റെഡിയാക്കി ഗ്വാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും റാനും ഗ്വാനും പിണക്കങ്ങളൊക്കെ മാറി ഒന്നിക്കുന്ന ഒരു രീതി ആവുമ്പോഴേക്കും അവിടേക്ക് മുന്നേ ഗ്വാൻ കണ്ട ആ ലേഡിയുടെ ഹസ്ബൻഡ് എത്തുന്നുണ്ട്. തനിക്ക് എന്താ എന്റെ വീട്ടിൽ കാര്യം, താൻ എന്തിനാ എന്റെ വീട്ടിൽ ഇന്ന് പോയെന്നൊക്കെ പറഞ്ഞ അയാൾ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് അവരെ കണ്ട് ഒരു കമ്പനിക്ക് വേണ്ടി വീട് വരെ പോയതാ, വേറെ ഒന്നും ഇല്ലെന്നല്ല ഗ്വാൻ പറയുന്നുണ്ടെങ്കിലും അയാൾ കേൾക്കുന്നില്ല. അയാൾ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഇല്ല അതിൽ ഇടപെടുന്നു. എന്റെ അച്ഛന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് പറയുമ്പോൾ ഇയാൾ നിന്റെ അച്ഛനായതുകൊണ്ട് നീ സപ്പോർട്ട് പിടിക്കുന്നതായിരിക്കില്ലേ, അത് ഞാൻ എന്തിനു വിശ്വസിക്കണമെന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ കള്ളു കുടിച്ച് ബഹളം വെക്കാന്ന് കേട്ടാ മനസ്സിലാക്കാം. കൂടാതെ ഞാൻ ഇദ്ദേഹത്തിന്റെ സ്വന്തം മകനൊന്നും അല്ല, അത് ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം, പിന്നെ ഞാനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് അദ്ദേഹത്തെ സപ്പോർട്ട് പിടിക്കുന്നതെന്നല്ല ഇല്ല ചോദിക്കുമ്പോൾ പിന്നെ അയാളൊന്നും അവിടെ മിണ്ടാൻ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോകുന്നു. എന്തായാലും അച്ഛനെ താൻ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് തന്നെ അച്ഛന് തന്നോടുള്ള ദേഷ്യം മാറുമെന്ന് അവനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇതിനിടയിലും റാക്കിനോട് ഗ്വാനിന് ഭയങ്കര ഇഷ്ടക്കേടാണ്. അതുകൊണ്ട് തന്നെ തന്റെ മറ്റ് 2 ആൺമക്കളോട് എടാ നീയൊക്കെ വലുതായി കഴിയുമ്പോൾ ആ റാക്കിന് 2 പെമ്പിള്ളാരുള്ളത്, അവരെ നിങ്ങളൊക്കെ പ്രേമിച്ച് നല്ല പണി റാക്കിനിട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇവർ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ലൊരു ജോലിയോ വരുമാനമോ ഒന്നും ഗ്വാനും റാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഭക്ഷണകാര്യം ഒക്കെ ഭയങ്കര കഷ്ടത്തിലാണ്. അവർക്കൊക്കെ ഒരു വട്ടെങ്കിലും ഹോട്ടലിൽ പോയി അവർ ആഗ്രഹിക്കുന്ന കണക്ക് ഡംപ്ലിങ്സ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്, അവർക്ക് ഡംപ്ലിങ്സ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി ഗ്വാനിന് തോന്നുന്നു. അതിനുവേണ്ടി ഗ്വാൻ വീണ്ടും രക്തദാനത്തിന് വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും ആദ്യമായി രക്തദാനം ചെയ്യാൻ പോയപ്പോൾ തന്റെ അങ്കിളും കൂടെ ഒരാളും ഗ്വാന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അയാൾ അവിടെ കാണുന്നുണ്ടെങ്കിലും അയാൾ ആകെ വിളറി വെളുത്ത് വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. അയാളെ കണ്ട് ഗ്വാൻ സംസാരിക്കും
സംസാരിക്കാനായി പോകുമ്പോഴേക്കും അയാൾ അവനെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് ഓടിപ്പോന്നു. അങ്ങനെ രക്തം ദാനം ചെയ്ത് കൈ കിട്ടുന്ന ആ ഒരു കാശിന് ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് ലിവർ മേടിച്ച് കഴിക്കണമെന്ന് ആഗ്രഹം ഗുവാനുണ്ടെങ്കിലും അതിനുള്ള കാശില്ലാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് പോവാണ്. കയ്യിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ തുച്ഛമായ കാശും കൊണ്ട് മക്കൾക്ക് ഡംപ്ലിങ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്ന ആഗ്രഹത്തിന് വീട്ടിൽ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാവുന്ന കാര്യം പറയുമ്പോഴേക്കും കുട്ടികളൊക്കെ തുള്ളിച്ചാടുന്നു. ആ കൂട്ടത്തിൽ ഇല്ലും ഡംപ്ലിങ്സ് കഴിക്കുന്ന കാര്യം ഓർത്ത് തുള്ളിച്ചാടുമ്പോൾ അത് കണ്ട് ഗുവാനിന് ദേഷ്യം വരുന്നുണ്ട്. അവനെ മാറ്റി നിർത്തി, നീ ഞങ്ങളുടെ കൂടെ ഹോട്ടലിലേക്ക് വരണ്ട, ഞാൻ എന്റെ രക്തം കൊണ്ടേ വിറ്റ കാശിനാണ് ഡംപ്ലിങ്സ് വാങ്ങിക്കുന്നത്, ആ കാശ് നിനക്ക് തിന്നാൻ തരാൻ പറ്റില്ല, എന്റെ മക്കള് തിന്നാൻ മതി എന്ന് പറഞ്ഞു അവനോട് നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല, നിനക്കിപ്പോ വേണ്ടെന്ന് മാത്രം റാനിനോട് പറയാവുള്ളൂ എന്ന് പ്രത്യേകം ഗുവാൻ പറയുന്നുണ്ട്. തുടർന്ന് അവൻ അമ്മയോട് ഞാൻ വരുന്നില്ല അമ്മ, എനിക്കിപ്പോ ഡംപ്ലിങ്സ് കഴിക്കാൻ ഒരു മൂഡില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഗുവാൻ ആകട്ടെ അങ്ങനെ മക്കളെയും കൊണ്ട് ഭക്ഷണം കഴിക്കാനായി പോകുമ്പോ റാനും ഹോട്ടലിൽ കൂടെ പോകാതെ മാറി നിൽക്കുകയാണ്. ഇല്ലില്ലാത്ത ഒരു കാര്യം കൊണ്ട്. നേരെ എവിടേക്ക് നോക്കിയാലും അവന് മനസ്സിൽ ആ ഒരു കൊതി കാരണം ഡംപ്ലിങ്സ് കണക്കാണ് തോന്നുന്നത്. ചന്ദ്രനെ നോക്കുമ്പോൾ പോലും ഡംപ്ലിങ്സ് കഴിക്കാനുള്ള കൊതി കൂടി വരുന്നത് കൊണ്ട് തന്നെ അവൻ നേരെ റാക്കിന്റെ വീടിന്റെ അവിടേക്ക് ചെന്ന് എനിക്ക് ഡംപ്ലിങ്സ് കഴിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞ് കെഞ്ചുന്നുണ്ടെങ്കിലും കൊടുക്കുന്നേ ഇല്ല. അവന് ഭയങ്കര സങ്കടമായി. അവൻ അവിടെ ഇവിടെ കലഞ്ഞു നടക്കാണ്. അപ്പോഴേക്കും ഹോട്ടലിൽ പോയി മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് ഗുവാൻ എത്തുമ്പോഴേക്കും വീട്ടില് ഇല്ലാത്തത് കൊണ്ടും അവൻ റാക്കിന്റെ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ ഡംപ്ലിങ്സ് വാങ്ങിക്കാൻ കാശ് ചോദിച്ചെന്ന കാര്യം റാൻ അറിഞ്ഞതുകൊണ്ടും അവൾ അതിന്റെ പേരിൽ ഗുവാനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവന് ഡംപ്ലിങ്സ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഓ അവന്റെ അച്ഛൻ റാക്ക് ആയതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ചോദിക്കാൻ പോയതായിരിക്കും അല്ലേ, എന്നോട് പറഞ്ഞ ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നല്ലോ എന്ന് മറ്റില്ല നേരെ പ്ലേറ്റ് ഇരിക്കുന്നുണ്ട് ഗുവാൻ. എന്തായാലും റാൻ അങ്ങനെ ഇല്ലിനെ അന്വേഷിച്ച് പോകുമ്പോ ഗുവാനും കൂടെ പോകുന്നു. തുടർന്ന് അവനെ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും അവന്റെ അവസ്ഥയോർത്ത് റാനിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അവൾ ഓടിച്ചെന്നവനെ എല്ലാം എന്റെ തെറ്റുകൊണ്ടാ, നീ അതൊക്കെ അനുഭവിക്കുന്ന എന്റെ തെറ്റുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് റാൻ സങ്കടപ്പെടുമ്പോ ഇല്ല അമ്മ, ഞാൻ കാരണം അമ്മയല്ലേ സങ്കടപ്പെടുന്നതെന്ന് പറഞ്ഞ് ഇല്ല അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ റാക്കിന് വയ്യാഴിക വരുന്നുണ്ട്. തുടർന്ന് റാക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അധികം നാള് റാക്ക് ജീവനോടെ ഉണ്ടാവില്ല, തീർച്ചയായും മരിക്കും എന്ന കാര്യം ഡോക്ടർ വൈഫിനെ അറിയിക്കുമ്പോഴേക്കും ഞാൻ വേറെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാന്നൊക്കെ ആ വൈഫ് പറയുന്നുണ്ടെങ്കിലും അത് പഴയ കാലഘട്ടമല്ലേ, ഇന്നത്തെ അത്രയും ടെക്നോളജി മെഡിക്കൽ ഫീൽഡിൽ ഇല്ലല്ലോ, ഫെസിലിറ്റീസും ഇല്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ തീർച്ചയായും പറയുന്നുണ്ട് ഒരിക്കലും മരുന്ന് രീതിയിൽ ഇതിന് വേറെ ചികിത്സയൊന്നുമില്ല, റാക്ക് അധികം നാളെ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. തകർന്നു പോകുന്ന ഭാര്യ ഒരു ഷാമിനെ ചെന്ന് കണ്ട് എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് എന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താനായി ആവശ്യപ്പെടുമ്പോൾ അയാൾ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലിയ ശേഷം ഒരു പ്രത്യേക പൂജ നടത്താം. പക്ഷെ അതിന് റാക്കിന്റെ മകൻ തന്നെ വേണമെന്ന് പറയുമ്പോൾ റാക്കിന് മകനില്ല എന്ന് വൈഫ് പറയുന്നുണ്ടെങ്കിലും അയാളൊന്ന് ആലോചിച്ച ശേഷം നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്, തീർച്ചയായും അയാൾക്കൊരു മകനുണ്ടല്ലോ എന്ന് അയാളുടെ പവറിൽ അങ്ങനെ ഒരു മകന്റെ സാന്നിധ്യം ഫീൽ ചെയ്ത കണക്ക് അയാൾ പറയുമ്പോഴേക്കും ഇല്ലിനെ പറ്റിയാണോ പറയുന്നതെന്ന് വിചാരിക്കുന്ന വൈഫ് നേരെ ഗ്വാനിന്റെ റാന്റെ അടുത്തേക്ക് ചെന്ന് അവർക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഇല്ലിനെ തനിക്ക് ദത്ത് തരണം, അവനുണ്ടെങ്കിൽ മാത്രമേ തന്റെ റാക്കിനെ രക്ഷപ്പെടുത്താനേ സാധിക്കൂ, അവനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളായി നിങ്ങളുടെ കാര്യേ നിങ്ങൾ ഫാമിലി മാറ്റർ സംസാരിച്ചൊന്നും പറ്റില്ല. ഗ്വാൻ അവിടെ നിന്ന് മാറുന്നുണ്ട്. അല്ല നിങ്ങൾ ഇത്രയും നാൾ അവനെ ഭയങ്കര പുച്ഛത്തിലല്ലേ കണ്ടോണ്ടിരുന്നത്, അവൻ അച്ഛനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോ നിങ്ങൾ മൈൻഡ് ആക്കാറുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ എന്റെ മോനെ വേണ്ടതെന്ന് റാൻ ചോദിക്കുമ്പോൾ അവനുണ്ടെങ്കിലേ റാക്കിനെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞ് കുറെ അവർ റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും മനസ്സ് മാറുന്ന റാൻ അതിനെപ്പറ്റി ഗ്വാനോട് സംസാരിക്കുമ്പോൾ ഇത്രയും നാളെ നമ്മൾ വളർത്തിയതല്ലേ നമ്മുടെ മകനായിട്ട്, അങ്ങനെ അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ഗ്വാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗ്വാൻ ഇത്രയും ദിവസം പുറമേ കാണിച്ചു നടക്കൊന്നുമല്ല, അവന് ഇല്ലിനോട് ഭയങ്കര കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ ആ സമയം റാൻ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നുണ്ട്, ഒരു ജീവൻ രക്ഷപ്പെടുത്താനായിട്ടുള്ള കാര്യമല്ലേ, കൂടാതെ അവനും അവരുടെ കൂടെ നന്നായി ജീവിക്കും, നമുക്കും നമ്മുടെ മക്കളെ കൊണ്ട് കയ്യിലുള്ളത് വെച്ച് മുന്നോട്ട് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇല്ലിനെ ആ ലേഡിയുടെ കൂടെ റാക്കിന് വേണ്ടിയുള്ള ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് അവന്റെ മുടിയൊക്കെ കുറച്ച് കട്ട് ചെയ്തെടുത്ത് എന്തൊക്കെയോ ചടങ്ങ് ചെയ്ത് അവനോട് അച്ഛ എന്നെ ഇട്ടിട്ട് പോരുത്, അച്ഛൻ തിരിച്ചു വാന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ട് അലറാനായൊക്കെ ആ ഒരു മന്ത്രവാദി പറയുന്നുണ്ട്. ഇല്ലിനെ ഇതൊന്നും ചെയ്യാനേ തോന്നുന്നില്ല, അവൻ ഈ ഒരു ആംബിയൻസോ ഇവിടെയുള്ള ആ ഒരു രീതി ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും ഗ്വാൻ തന്നെയാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇയാളെ നോക്കി അച്ഛനൊക്കെ മനസ്സറിഞ്ഞ് വിളിക്കാൻ അങ്ങനെ അവന് സാധിക്കുന്നേ ഇല്ല. അവനോട് അത് ചെയ്യുന്ന പറഞ്ഞ് ഇവരിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതേ ടീം ഗ്വാനിന് ഒരു ഇരിക്കെ പൊറുതിയില്ല. അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്ന ശേഷം അവനൊന്ന് ചെന്ന് കാണാന്ന് കരുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഇവരൊക്കെ ഇട്ട് അവനെ ടോർച്ചർ ചെയ്യുന്ന കാഴ്ച ഗ്വാൻ കാണുന്നത്. തുടർന്ന് ഗ്വാൻ ഒരു കൊച്ചിനായിട്ട് നിങ്ങൾ ഇത് എന്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായി അവരോട് ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇല്ലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോഴാണ് അവനും ആശ്വാസമാവുന്നത്. അവൻ തിരിച്ചു വന്നു എന്ന് കാണുമ്പോഴാണ് ഗ്വാനിനും സമാധാനം ആവുന്നത്. ഇല്ലിനെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല, അവൻ തന്റെ മകനെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഗ്വാൻ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ കുറച്ചു ദിവസം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇല്ലിന് വയ്യഴിക വരുന്നു. ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ റാക്കിന് വന്ന അതേ അസുഖമാണ് ഇല്ലിനും. അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഇവര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒരു മനസമാധാനത്തിന് സിറ്റിയിലുള്ള വല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ നല്ല കാശ് വേണം, കാശ് ഒന്നും തന്നെ കയ്യിലില്ല. എന്നാലും ഇല്ലിനെ രക്ഷപ്പെടുത്താനായി ഗ്വാൻ റാനിനെയും ഇല്ലിനെയും സിറ്റിയിലേക്ക് പോകും, ഞാൻ കാശുമായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ബസ്
കയറ്റി വിട്ട ശേഷം ആ ഡോക്ടറിന്റെ അടുത്തെത്തി ഞാൻ രക്തം തരാൻ ഡോക്ടർ പകരം കുറച്ച് കാശ് തരുമെന്ന് ചോദിക്കുമ്പോൾ നീ ഈ മാസം തന്നെ 2 വട്ടം രക്തം തന്നു, ഇനി ഇപ്പോഴെങ്കിലും നിന്റെ രക്തം എനിക്ക് വേണ്ട. ഇങ്ങനെ കുറെ പേര് കാശിന് വേണ്ടി ഇവിടെ രക്തം തന്ന് മരിച്ചു വീഴുന്നുണ്ട്, എന്നിട്ട് ആ പഴിയെല്ലാം എനിക്കാ വരുന്നത്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വേറെ വല്ല ഹോസ്പിറ്റലിലും പോയി ചോദിക്കാനായി ഡോക്ടർ കൈ ഒഴിയുന്നു. പരിചയക്കാർക്കൊന്നും തന്നെ തനിക്ക് കാശൊന്നും സഹായിക്കാൻ സാധിക്കില്ല, അവര് തന്നെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കഷ്ടപ്പെടുന്നവരാണ് എന്നറിയാവുന്ന ഗ്വാൻ നേരെ ഹാക്കിന്റെ വൈഫിനോട് ഇല്ലിന് വയ്യ സഹായിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊന്നും സൗകര്യമില്ല, നിങ്ങൾ വലിയ ഹീറോയെ കണക്ക് അവനെ എന്റെ അടുത്ത് നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയതല്ല, ആ ഒരു പൂജ കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ, അതുകൊണ്ട് എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് അവരും റിജക്ട് ചെയ്ത് വിടുന്നു. തുടർന്ന് എങ്ങനെങ്കിലും കാശ് തരപ്പെടുത്തണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്റെ അങ്കിളിന്റെ അടുത്ത് മക്കളെ നിർത്തിയ ശേഷം ഗ്വാൻ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഗ്വാൻ നേരെ പോകുന്നത് സിറ്റിയിലുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇല്ലും റാനും വന്നിരുന്നു, പക്ഷെ അവരവിടെ അഡ്മിറ്റ് ചെയ്തില്ല, ഡോക്ടർ വേറെ വല്ല ഹോസ്പിറ്റലിലേക്ക് പോകാനായി പറഞ്ഞു വിട്ടു എന്ന് മനസ്സിലാക്കുന്ന ഗ്വാൻ വേഗം തന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ നിന്ന് റാനോട് സംസാരിക്കാനും റാൻ വഴി തലയിൽ ഒരു മുഴ ഇല്ലിനുണ്ട്, അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, അതിന് കാശാവുന്നൊക്കെ അറിയുമ്പോൾ ഞാൻ എങ്ങനെയും കാശുമായിട്ട് വരാം, അപ്പോഴേക്കും നീയും മോനും സേഫ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞ് കോള് കട്ട് ചെയ്ത് താൻ ഇപ്പൊ നിൽക്കുന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ ഗ്വാൻ രക്തം കൊടുക്കുന്നുണ്ട്. കൂടാതെ അവരോട് സംസാരിക്കുമ്പോൾ തലയിൽ സർജറി ചെയ്യാനായിട്ട് $3000 വേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നവന്, പക്ഷെ ഇവിടെ രക്തം കൊടുക്കുമ്പോൾ $300 മാത്രമേ കിട്ടുന്നുള്ളൂ, ഇവിടെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ പല പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തം കൊടുക്കുന്നുണ്ട്. ഓരോ ഹോസ്പിറ്റലിലും രക്തം കൊടുത്ത ശേഷം അവർ കഴിക്കാനായി ഒരു ടിൻ ഫുഡ് നൽകും. ആ ടിൻ ഫുഡ് ഒന്നും കഴിക്കാതെ ആ ടിൻ ഫുഡ് ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയ്ക്കുള്ള വണ്ടിക്കൂലി കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഫുഡ് ഡ്രൈവർക്ക് കാശായി കൊടുത്താണ് ഇങ്ങനെ യാത്ര ചെയ്ത് പല ഹോസ്പിറ്റലിലും ഗ്വാൻ രക്തം കൊടുക്കുന്നത്. 2 കൂടുതൽ തവണ ഒക്കെ രക്തം അടുപ്പിച്ച് കൊടുത്തവരെ ഒന്നും പിന്നീട് അവരെ എടുക്കില്ല, അത് ഏത് ഹോസ്പിറ്റലാണല്ലോ അങ്ങനെ എടുക്കില്ല, അവർക്ക് ഈ കയ്യിൽ കുത്തിപ്പാട് കണ്ട മനസ്സിലാവും. അപ്പൊ അതൊക്കെ മനസ്സിലാവാതിരിക്കാനും മുഖം വിളറിയിരിക്കുകയല്ല എന്ന് കാണിക്കാനും ഒക്കെ തലകുത്തി നിന്ന് തലയിലേക്ക് ആ ഒരു ബ്ലഡ് ഫ്ലോ എത്തിച്ച് മുഖമൊക്കെ ഒന്ന് ചുവപ്പിക്കാൻ ആ ഒരു വിളർച്ച മാറ്റാനും ഒക്കെ പരമാവധി ഗ്വാൻ പരിശ്രമിച്ച് അങ്ങനെ പറ്റുന്ന പോലെ എല്ലാ ആശുപത്രിയിലും രക്തം കൊടുത്ത് കാശ് ശേഖരിക്കുകയും ഈ കിട്ടുന്ന കാശ് വെച്ച് ഭക്ഷണം ഒന്നും കഴിക്കാതെ അത് സർജറിക്ക് വേണ്ടി കൂട്ടിവെക്കുകയും അങ്ങനെ ഭക്ഷണത്തിന് പകരം പച്ചവെള്ളം മാത്രം കുടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ രക്തം കൊടുത്ത് ഭക്ഷണം കഴിക്കാതെ ആകെ വീക്കാവുന്ന ഗ്വാൻ അപ്പോഴും ഒരു ഹോസ്പിറ്റലിലേക്ക് രക്തം കൊടുക്കാനായി പോകുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ തല കറങ്ങി വീഴുന്നു. തുടർന്ന് ഡോക്ടർ പരിശോധിച്ച് ഇയാള് ഒരുപാട് രക്തം കൊടുത്തു, ഇനി ഇയാൾക്ക് രക്തം കയറ്റിയാലേ ഇയാൾക്ക് നേരെ നിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഗ്വാന് രക്തം കൊടുക്കുന്നുണ്ട്. ശേഷം ഗ്വാൻ കണ്ണു തുറക്കുമ്പോൾ ഗ്വാനോട് കൊടുത്ത രക്തത്തിന്റെ കാശ് ചോദിക്കുമ്പോൾ ആരോട് ചോദിച്ചിട്ടാ എന്റെ ശരീരത്തിൽ രക്തം കയറ്റിയത്, പറ്റത്തില്ല, ഞാൻ കാശൊന്നും തരില്ല, ഞാൻ കാശിന് വേണ്ടി രക്തം കൊടുക്കുന്നവനാ, ഞാൻ അങ്ങനെ കാശ് തരുന്നു പറഞ്ഞ് അവനെ ഡോക്ടറുമായി വഴക്കുണ്ടാക്കുമ്പോൾ ഡോക്ടർ ഗ്വാനെ പിടിച്ച് തള്ളി ഗ്വാൻ ഇത്രയും ദിവസം രക്തം കൊടുത്ത് ശേഖരിച്ച ആ ഒരു കാശൊക്കെ ചിതറി താഴേക്ക് വീഴുന്നു. തുടർന്ന് അത് കണ്ട് അവിടെ കൂടി നിന്ന രക്തം കൊടുക്കാനായി നിന്ന ആളുകളൊക്കെ അത് എടുക്കാനായി നോക്കുമ്പോഴേക്കും കൊടുക്കാതിരിക്കാനായി ഗ്വാൻ അവരുമായി മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. അവരൊക്കെ കാശ് എടുക്കാൻ ശ്രമിച്ച് ഗ്വാനെ സാൻഡ്വിച്ച് കണക്ക് അമ്മയ്ക്ക് എടുക്കുന്നുണ്ടെന്ന് പറയാം. എന്തായാലും ഗ്വാൻ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം വളരെ ടയേർഡായി എങ്ങനെയൊക്കെയോ ഇല്ലുള്ള ഹോസ്പിറ്റലിന് അവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും അകത്ത് ഇല്ലിനെ കാണാനായി സാധിക്കുന്നില്ല. ഇല്ലെന്ന് വിളിച്ച് അവിടെയെല്ലാം അലഞ്ഞു നടക്കുന്ന ഗ്വാനെ കണ്ട് ഏതോ വട്ടനാണെന്ന് കരുതി സെക്യൂരിറ്റിമാര് പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ഈ ടീം എന്നെ ആരോ വിളിച്ചല്ലോ എന്ന് തോന്നുന്നവൻ ജനാല വഴി നോക്കുമ്പോൾ അച്ഛനാണെന്ന് കണ്ട് അച്ഛനെ കാണാനായി കയ്യിലിട്ടിരുന്ന ആ ഒരു ക്യാനിലൊക്കെ വലിച്ചൂരി കളഞ്ഞ് പുറത്തേക്ക് ഓടിപ്പോന്നു. തുടർന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേക്കും ഗ്വാനിന് തീരെ വയ്യ, കണ്ണു തുറന്ന വരേക്ക് കാണാൻ പോലും വയ്യ, ആളാകെ ടയേർഡാണ്. എന്നിരുന്നാലും മോനോട് നീ എന്താ ഇവിടെ നിൽക്കുന്നത്, വാ ഹോസ്പിറ്റലിലേക്ക് പോവാം, അച്ഛൻ മനഃപൂർവ്വം ലേറ്റ് ആയതല്ല, കാശ് തരപ്പെടുത്താനായിട്ട് ലേറ്റ് ആയി പോയതാണ്, സോറി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അച്ഛ എന്റെ സർജറി ഒക്കെ കഴിഞ്ഞു, ഞാനിപ്പോ ഓക്കെ ആണെന്ന് ഗ്വാൻ പറയുന്ന ടീമാണ്. താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സർജറി സമയത്ത് ചെയ്യാനുള്ള കാശിന് വേണ്ടി തന്റെ കിഡ്നി റാൻ ഡൊണേറ്റ് ചെയ്തെന്നും ആ കിട്ടിയ കാശ് കൊണ്ടാണ് ഗ്വാന്റെ സർജറി സമയത്ത് ചെയ്തതെന്നും ഗ്വാൻ മനസ്സിലാക്കുന്നത്. അവൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. എന്തായാലും പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോ ആ ഒരു ഫാമിലിയെ കാണുന്നത്. അവരൊക്കെ തിരിച്ച് ഗ്രാമത്തിലെ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ മുന്നേ കണക്കായിരുന്നില്ല, അവർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി അവരിപ്പോ അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ഒരു ഹാപ്പി ഫാമിലിയായി ജീവിക്കുകയാണ്. ഗ്വാൻ ഇല്ലിനെയും തിരിച്ച് ഗ്വാനെയും ഭയങ്കര കാര്യമായി തന്നെ സ്നേഹിക്കുന്നു. പഴയതിലും വലിയൊരു ബോണ്ടിങ് ഇപ്പൊ അവർക്കിടയിലുണ്ട്. കൂടാതെ അവരുടെ ലൈഫൊക്കെ ഇപ്പൊ കുറച്ചധികം മെച്ചപ്പെട്ട് കയ്യിൽ കിട്ടിയ ആ ഒരു കാശ് കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കണക്ക് അങ്ങനെ ജീവിച്ച് ഹാപ്പിയായി മുന്നോട്ട് പോകുന്ന ഈ ഒരു ഫാമിലിയെ കാണിച്ചുകൊണ്ട് തന്റെ സ്വന്തം മകനല്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവന് വേണ്ടി തന്റെ ലൈഫ് വളരെ റിസ്കിലാക്കാൻ പോലും മനസ്സ് കാണിച്ച ആ ഒരു അച്ഛന്റെ സ്നേഹം എത്ര വലുതാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് നമുക്ക് പലരും നമ്മുടെ ജീവനേക്കാളേറെ പ്രിയപ്പെട്ടവരായി മാറും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.